ചില മരണങ്ങൾ അങ്ങനെയാണ്. മരണപ്പെട്ടത് നമ്മുടെ ആരുമല്ലെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നതായിരിക്കും. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുന്റെ മരണമൊക്കെ അതിന് വലിയ ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് മരണപ്പെടുന്നതെങ്കിൽ ആ മരണത്തോളം വേദന മറ്റൊന്നിനും ഉണ്ടായിരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 26-കാരിയുടെ മരണവാർത്ത നെഞ്ചുലയ്ക്കുന്നത് തന്നെയായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെയായിരുന്നു സ്നേഹ തന്റെ അസുഖത്തെ നേരിട്ടിരുന്നത്. പലപ്പോഴും സ്നേഹ തന്റെ രോഗത്തെക്കുറിച്ച് ഗൂഗിളിൽ പരതുമായിരുന്നു. ചികിത്സാ രീതികളും അതിനുള്ള മരുന്നുകളുമെല്ലാം മനസ്സിലാക്കും. പിന്നീട് അതിനെക്കുറിച്ച് അപ്പനോട് സംസാരിക്കും. അപ്പൻ വസ്തുവിറ്റോ കടം വാങ്ങിയോ ഈ ചികിത്സകൾ നടത്തണം. രോഗമെല്ലാം മാറി ജോലിയിൽ പ്രവേശിച്ചാൽ ഞാൻ ഈ കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളാം. ഇതൊക്കെയായിരുന്നു സ്നേഹയുടെ ആഗ്രഹങ്ങൾ. പക്ഷേ സ്നേഹയുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ വിധി വഴങ്ങിക്കൊടുത്തില്ല എന്ന് പറയാം. ഒടുവിൽ താൻ ഇനി അധികനാൾ ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലും അവൾ തന്റെ അവസാന ആഗ്രഹങ്ങൾ അപ്പനെ അറിയിച്ചു. സ്നേഹയുടെ അമ്മയുടെ സഹോദരനായ ഷാജി കെ മാത്തൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഹൃദയസ്പർശിയായ ഈ സംഭവം സൈബറിടത്ത് വൈറലാകുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഇത് എന്റെ സ്നേഹമോൾ, എന്റെ സഹോദരി ഷീജയുടെ ഒരേയൊരു മകൾ. സ്നേഹ എന്ന പേര് തെരഞ്ഞെടുത്തത് ഞാനായിരുന്നു. പേര് പോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവുമുള്ളവൾ. 10ാം തരം വരെ പഠനത്തിൽ മെല്ലെ പോക്ക്. പിന്നീട് അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. 11ലും 12ലും മികച്ച മാർക്കുകൾ. എഞ്ചിനീയറിംഗ് അവസാന വർഷമെത്തുമ്പോൾ അസുഖബാധിതയായിട്ടും 90%-ലധികം മാർക്ക്. അവളെ പിടികൂടിയ അസുഖം ചെറുതല്ല എന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു. ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു, വസ്തുവിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ എന്ന്. ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാം. അങ്ങനെ മജ്ജ മാറ്റിവെച്ചു. ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി. ചെറുചിരികളുമായി സന്തോഷം പങ്കിട്ടു പോന്നപ്പോൾ 2.5 വർഷത്തിനു ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി. ചില ക്യാൻസർ അങ്ങനെയാണ്. രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു. അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം വിഫലമായി. ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം. ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വേണം. പുതിയ സെറ്റ് ഉടുപ്പിക്കണം. ചുറ്റും റോസാപ്പൂക്കൾ വേണം. ഇനി ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം. ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഇടുകയാണ്. ഫോൺ എടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല, ക്ഷമിക്കുക. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.